BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടുത്തെ ഹൈന്ദവരുടെ എല്ലാം കുത്തകയാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. ഒന്നുമല്ല, ഹൈന്ദവ സംഘടനയിൽ ഇതുപോലുള്ള ഒരുപാട് സമുദായങ്ങളുണ്ട്. അവരെല്ലാം സ്വതന്ത്രരായിട്ട് നിൽക്കുന്നവരാണ്. അവരിൽ BJP-ക്കാർ കാണും, കോൺഗ്രസ്സുകാർ കാണും, കമ്മ്യൂണിസ്റ്റുകാർ കാണും. അതിനൊരു സംശയമില്ല. ഈ BJP സമീപകാലത്ത് ഈ വികസിത കേരളം എന്ന് പറഞ്ഞിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രചരണം. അതായത് മറ്റ് മതം, രാഷ്ട്രീയം ഇതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു അജണ്ടയായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതൊരു എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് കേരളത്തിന്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ശ്രമിച്ചു നോക്കുകയാണ് അവർ. ഹിന്ദുക്കളെ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ഒരു മനോഭാവത്തോട്. ഇപ്പോൾ ഇതിന് മറുപടി പറഞ്ഞല്ലോ, അവരുടെ നേതാവ്, ഒരു പഴയ നേതാവ് പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ടില്ല, യോജിക്കുമെന്ന് കണ്ടപ്പോഴത്തേക്ക്. ഹിന്ദു ഐക്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താ SNDP NSSും കൂടി യോജിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ എന്താ അങ്ങനെ പറയാൻ കഴിയും? ആരെ? അല്ല, അതിനെപ്പറ്റി നമുക്കറിയാൻ പറ്റില്ല. അവർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നാണെന്നോ അതൊന്നും നമുക്ക് അറിയാൻ മേല. നമ്മളത് പറയുന്നത് ശരിയല്ല. യോഗം ചേർന്നാൽ ഏത് തരത്തിലായിരിക്കും അതിനൊരു ഡ്രാഫ്റ്റ് ഒക്കെ ഉണ്ടാവില്ല? ഏതൊക്കെ തരത്തിൽ ചേരണം എന്ന കാര്യങ്ങളിലൊരു സംവിധാനം ഉണ്ടാവില്ല. ഈ SNDP NSS ഐക്യം ഉണ്ടായാൽ ഏത് തരത്തിലായിരിക്കും അവർ ഐക്യം ഉണ്ടാവുക? അതായത് ഏതൊക്കെ കാര്യങ്ങളായിരിക്കും നിലപാടുകൾ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഞങ്ങളത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട്. ഒരു മതത്തിനോടും ഞങ്ങൾക്ക് എതിരല്ല, ഒരു സമുദായത്തിനോടും എതിരല്ല. എല്ലാവരോടും സഹകരിച്ചു പോകണം, ജനാധിപത്യം നിലനിൽക്കണം. അതുപോലെ തന്നെ ഉള്ള അടിസ്ഥാന മൂല്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, എല്ലാവരോടും ഒരു സമദൂരം തന്നെ. ഇതൊക്കെ അതിന് വിരോധം വരുന്ന, അതിന് വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യങ്ങളിൽ ഞങ്ങൾ